ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷറാറ സെറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 10 to 12 ഏജ് വരെയുള്ള കുട്ടികൾക്കുള്ള ഷറാറ സെറ്റാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഓഫ് വൈറ്റുള്ള ലൈനിങ് ആണ്, ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കളർ ഓഫ് വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫ്ലോറും ക്ലോത്തൊക്കെ സെയിം കളർ ആയതുകൊണ്ട് തന്നെ എല്ലാം സെയിം ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നത്. കുറച്ചൊരു ക്ലിയറിന് കമ്മി ഉണ്ടാവും. പിന്നെ നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് 4 മീറ്റർ മെയിൻ ഷിഫോണാണ്. പിന്നെ വർക്ക് പീസ് 3.5 മീറ്ററും എടുത്തിട്ടുണ്ട്. നമുക്ക് മെറ്റീരിയൽ ലൈനിങ് 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് നമ്മളൊരു 16 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 16 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 16 ഇഞ്ച് യോക്കി ഭാഗം എടുക്കുന്നത് നമ്മൾ അടിച്ച് വരുമ്പോൾ നമുക്ക് 14 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ എക്സ്ട്രാ നമ്മളൊരു 2 ഇഞ്ച് എടുക്കുന്നത് പിന്നെ നമുക്കത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്കത് 14 ഇഞ്ച് യോക്കി ഭാഗം മതി. ഇനി നമ്മൾ 6 ഇഞ്ചാണ് ഷോൾഡർ ഭാഗം എടുക്കുന്നത്. അതേപോലെ താഴത്തെ ആം ഹോളും നമുക്ക് സെയിം ആയിട്ട് തന്നെ 6 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി വേണ്ടത് ചെസ്റ്റിൻ്റെ ഭാഗമാണ്. ചെസ്റ്റ് നമ്മൾ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 8 ഇഞ്ച് വരുന്നത് കൂടെ നമ്മൾ 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 8 ഇഞ്ച് വരുന്നത് 4, 8, 32 ഇഞ്ചാണ് നമ്മുടെ നെഞ്ച് വീതി വരുന്നത്. അതിനെ 4 ഫോൾഡ് ചെയ്തിട്ടാണ് 8 ഇഞ്ചായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് തന്നത്. ഓക്കെ, ഇനി നമ്മൾ ലെങ്ത്ത് നമ്മൾ 16 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്തതാണ്. ഓക്കെ, ഇത് കണ്ടില്ലേ, 8 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വെസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ 1 ഇഞ്ച് ഒന്ന് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 8 ഇഞ്ച് മുകളിലെടുത്തിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 10 ഇഞ്ചാക്കി അതിൻ്റെ കൂടെ താഴെ നമ്മളൊരു 9 ഇഞ്ചോളയിൽ മാർക്ക് ചെയ്യുന്നത്. പിന്നെ നെക്ക്, ഫ്രണ്ട് നെക്ക് ഒരു 4.5 ഇഞ്ചും ബാക്ക് നെക്ക് ഒരു 3.5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. വീഡിയോയിൽ ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നെക്കൊന്നും കട്ട് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ടാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത ഭാഗം, യോക്കി ഭാഗത്തിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. നമുക്ക് ഇത് താഴ്ഭാഗത്ത് ചെറുതായിട്ട് ഒന്ന് ഒപ്പാക്കി കൊടുക്കാം. ഓക്കെ, എന്നാലും നമുക്ക് ഇനി അതിന്ന് കട്ട് ചെയ്ത് കളയാനുണ്ടാവും. നമ്മൾ മെയിൻ ക്ലോത്തൊക്കെ വെക്കുമ്പോൾ നമുക്ക് അത് മാർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ബാക്ക് നെക്കാണ് നമ്മൾ ഫ്രണ്ട് നെക്കാണ് ഫസ്റ്റായിട്ട് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ വി നെക്കായിട്ടാണ് മാർക്ക് ചെയ്തിരുന്നത്. ഇനി ബാക്ക് നെക്ക് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഭാഗത്തെ ഫ്രണ്ട് നെക്ക് മാത്രമേ കട്ട് ചെയ്ത് തരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീതി ഞാൻ എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. ഓക്കെ, 2.5 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്, 4 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്, 3.25 ഓക്കെ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ക്യാൻവാസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിൻ്റെ ആവശ്യമില്ല, ലൈനും കൂടെ ചെയ്യുമ്പോൾ, കാരണം ഷിഫോൺ വെച്ചിട്ട് മെറ്റീരിയലും ഷിഫോണിലാണ് വരുന്നത്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് എടുക്കാം. നമ്മുടെ വർക്ക് പീസ് എടുത്തിട്ട് യോക്കി ഭാഗം നേരത്തെ നമ്മൾ കട്ട് ചെയ്തില്ലേ, അതിൻ്റെ ബാക്ക് വശം വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് പീസിനെ നമ്മൾ 4 ഫോൾഡ് ചെയ്തിട്ടുള്ളത്. 4 മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നെക്കൊന്നും ചെയ്യുന്നില്ല, നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല.
ചെസ്റ്റ്, ഷോൾഡറും ആം ഹോളും ഷേപ്പും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ആം ഹോൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ഭാഗത്തും ഒത്തിരി കട്ട് ചെയ്തെടുക്കാണ്ട് അതും കൂടെ കട്ട് ചെയ്ത് സെറ്റാക്കി. ഓക്കെ, ഇനി നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗം കൂടെ നമുക്ക് സെപ്പറേറ്റ് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷന് ഇതുപോലെ വെക്കുക. സെയിം ആയിട്ട് തന്നെ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റിൽ വെച്ചിട്ട് വേണം നെക്ക് കട്ട് ചെയ്തെടുക്കാൻ. എന്നാലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് ബാക്ക് വശമാണ്. അപ്പോൾ ഇതുപോലെ ബാക്ക് വശത്തിൻ്റെ നെക്ക് മെയിൻ ക്ലോത്ത് വെച്ച് കട്ട് ചെയ്തെടുത്ത് മാറ്റി. നെക്സ്റ്റ് ഫ്രണ്ട് ഭാഗവും സെയിം ആയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ്ങിൻ്റെ പീസ് എടുക്കുക, ഇതുപോലെ വെക്കുക. എന്നിട്ട് നെക്ക് സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് വെക്കുമ്പോൾ സെയിം അളവിൽ തന്നെ വെക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക നോക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വശം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത്, ഇനി നമ്മുടെ യോക്കി ഭാഗത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എടുക്കുക, കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് ഭാഗം. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. 18 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ആ 18 ഇഞ്ചിനെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 54 ഇഞ്ചാണ് കിട്ടുക. അങ്ങനെ അതേ അളവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഞെറിവ് ഇടുന്നത് ഒന്നും കൂടെ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു മിനിമം 3 ഇഞ്ച് വീതിയിലെങ്കിലും നിങ്ങൾ എടുക്കാൻ നോക്കുക. മനസ്സിലായോ? അപ്പോൾ 54 ഇഞ്ച്, അപ്പോൾ 18 × 18 × 18, അങ്ങനെ ഫ്രണ്ട് ഭാഗം 18 രീതിയിൽ 3 വശമായിട്ട് എടുക്കുക, 3 രീതിയിൽ. ടോട്ടലി ലെങ്ത്ത് വരേണ്ടത് 54 ഇഞ്ച്. അപ്പോൾ ഇതുപോലെ ഞാനിത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീതി 54 ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ഒരു 13-14 ഇഞ്ചൊക്കെ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചാണ്. യോക്കി ഭാഗം കഴിഞ്ഞിട്ട് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, നമ്മുടെ ചിലർക്ക് ഷറാറക്ക് നമ്മുടെ മുട്ടിൻ്റെ അതുവരെ വേണ്ടി വരും, ചിലർക്ക് മുട്ടിൻ്റെ മുകളിൽ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അളവെടുക്കുക കേട്ടോ. ആ ഞെറിവിൻ്റെ അളവാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് കട്ട് ചെയ്യാനാണ്. സ്ലീവ് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 16 ഇഞ്ചാണ്. പക്ഷേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു 14.5 ഒക്കെ മതി. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ആം ഹോള് എത്രയാണോ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. എനിക്ക് 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 8 ഇഞ്ച് കിട്ടിയ രീതിക്ക് നമ്മളിവിടെ ഇതുപോലെ 4 ആയിട്ടാണ് ലൈനിങ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ലൈനിങ് 8 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. താഴേക്കൊരു 3 ഇഞ്ച്, അത് നോർമലി വരുന്നതാണ് 3 ഇഞ്ച്. ഇനി ലെങ്ത്ത് ഒരു 16 നമ്മൾ മാർക്ക് ചെയ്തെടുത്തായിരുന്നു, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇതുപോലെ നമ്മൾ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്തെ വീതി എടുത്തത് ഒരു 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അത് വീഡിയോയിൽ കാണുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ ഒരു ചെരിച്ചൊരു ഷേപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ 3 ഇഞ്ചിൻ്റെ അവിടെ ഇങ്ങോട്ട് ഷേപ്പ്. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ ക്ലോത്താണ്. അപ്പോൾ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈ മെറ്റീരിയലിനെ 4 ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വർക്ക് പീസ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, 2 സ്ലീവ് സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്യുക. പിന്നെ യോക്കി ഭാഗത്തിൻ്റെ വർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ വർക്ക് ലൈന് സ്ട്രൈറ്റ് ആയിട്ടാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ടോപ്പും സ്ലീവും ഒക്കെ നമ്മൾ സ്ട്രൈറ്റിലില്ല വർക്കിൽ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്താണ് കട്ട് ചെയ്യാനുള്ളത്.
അപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലോത്തിനെ 4ആയിട്ട് മടക്കുക. അതിന് ശേഷം ഇതുപോലെ കോണായിട്ട് ഒന്ന് മടക്കുക. അത് 2ആയിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്ന് കോണായിട്ട് മടക്കുക. അതുപോലെ അതിങ്ങനെ 4ആയിട്ട്. അപ്പോൾ വെസ്റ്റ് റൗണ്ട് എത്രയാണോ നമുക്ക് വേണ്ടത് നോക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് വെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാണ്. അത് നമ്മൾ അരവണ്ണത്തിൻ്റെ 4 ഭാഗമാണ് വെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. പിന്നെ താഴത്തേക്ക് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് ഒരു 14 ഇഞ്ച് അല്ലെങ്കിൽ 13 ഇഞ്ച് അത്ര മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 13 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഫുൾ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 34 ഇഞ്ച് നമുക്ക് കിട്ടണം. അപ്പോൾ ആ രീതിക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ് ഞാനൊരു 33 ഇഞ്ചിലാണ് ചെയ്യുന്നത്. നമുക്ക് മെയിൻ ക്ലോത്ത് 34 ഇഞ്ചിലും കട്ട് ചെയ്യുക. ഇതേ അളവിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ലെങ്ത്ത് മാത്രം 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിക്കൊടുക്കുക. പിന്നെ താഴെ കണ്ടില്ലേ ഒരു പീസ് നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുക്കാനുള്ളതാണ്. നമ്മളത് അംബ്രല്ല കട്ടിങ്ങിൻ്റെ സ്കേർട്ടൊക്കെ ചെയ്യുമ്പോൾ വെക്കാറില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ക്രോച്ച് ലെങ്ത്തും കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് താഴെ നമുക്ക് ഇതുപോലെ ഒരു ഓപ്പൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ഇതുപോലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച യോക്കി ഭാഗം ഇതുപോലെ വെക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും വെക്കുക. അപ്പോൾ നല്ല വശത്തിൻ്റെ മുകളിലാണ് നമ്മൾ ലൈനിങ് വെക്കേണ്ടത്. മനസ്സിലായോ എന്ന് വിചാരിക്കണം. നല്ല വശത്തിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പോൾ നല്ല വശം അങ്ങനെ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഓരോ ഭാഗത്തും ചെറിയൊരു കട്ടിങ് കൊടുക്കാം. അത് നമ്മൾ തിരിച്ചിടുമ്പോൾ ചുരുണ്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വശവും എല്ലാതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാക്ക് വശം സെയിം ആയിട്ട് തന്നെ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഫ്രണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് മറിച്ചിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ സെറ്റാക്കാം. അതിന് മുമ്പ് നമുക്ക് താഴ്ഭാഗത്ത് ഞെറിവ് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതുണ്ടാവില്ലേ, അത് നമ്മൾ താഴെ കുഞ്ഞു കുഞ്ഞു ഞെറിവായിട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ പീസ് കട്ട് ചെയ്ത പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് 1 ഇഞ്ചിലാണെങ്കിൽ 1 ഇഞ്ച്, അല്ലെങ്കിൽ 1.25 ഇഞ്ച്, അല്ലെങ്കിൽ 1/2 ഇഞ്ച്, എത്ര ഇഞ്ചാണെങ്കിലും നമുക്ക് ആ ലെവലിലേക്ക് അത് കട്ട് ചെയ്ത് ഞെറിവിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഞാൻ 1 ഇഞ്ച് രീതിക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. ഓക്കെ, പക്ഷേ ഞാൻ ഈ താഴ്ഭാഗത്ത് യോക്കി കഴിഞ്ഞിട്ട് താഴ്ഭാഗത്ത് ഞെറിയിട്ട ഭാഗത്ത് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല. കാരണം ലൈനിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം നമ്മൾ അതിൻ്റെ താഴെ പാൻ്റാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവ് നമ്മൾ ഇതുപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവും നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വെക്കുക. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നാണ് സ്ലീവ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത്. ഇതുപോലെ വെക്കുക. ഓക്കെ, ഇനി നമ്മൾ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ വർക്ക് കഴിഞ്ഞു, കണ്ടില്ലേ. വളരെ സിമ്പിളായിട്ട് തന്നെ ടോപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് പ്രായക്കാർക്കും ഇതേ രീതിയിലാണ് ചെയ്യുക, പക്ഷേ അളവിൽ മാത്രമേ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവുമ്മ വേണമെങ്കിൽ നല്ല ഹാങ്ങിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈസൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെയുള്ള ഷിഫോണും കൂടെയുള്ള നമ്മുടെ പാൻറ്റ് ഒരുമിച്ച് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. കണ്ടില്ലേ, ഫ്രണ്ടും ബാക്കും സെയിം ആയിട്ട് തന്നെ കൊടുക്കുക. ലൈനിങ്ങും നമ്മളിതുപോലെ താഴെ ഒരു പീസ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് നമ്മളത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ലെങ്ത്ത് കമ്മിയായതിന് നമ്മളങ്ങനെ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മളെ മെയിൻ ക്ലോത്ത് ഷിഫോണ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷിഫോണിന് താഴെ ചെറിയൊരു കട്ടിങ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അവിടെ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ
മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ വെച്ചിട്ട് ക്രോച്ച് ലെങ്ത്ത് വരെ ഉള്ളൂ ചെയ്യുക സ്റ്റിച്ചിങ്. കണ്ടോ, ഈ സൈഡിലും ക്രോച്ച് ലെങ്ത്ത് വരെ മാത്രം. പിന്നെ നമ്മളെ വെസ്റ്റിൻ്റെ റൗണ്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 പീസിൻ്റെ അതുപോലെ തന്നെ ചെയ്യുക. ഇനി മറ്റേ പീസ് ഇതുപോലെ നല്ല വശവും അകത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ക്രോച്ച് ലെങ്ത്തും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ നോർമലി പാൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ഇനി നമ്മളത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, 2 സൈഡും. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ പിടിച്ച് ഇതുപോലെ വെക്കുക. അപ്പോൾ ഇതൊരു പാൻറ്റിൻ്റെ ലുക്കിൽ വരും. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു 3 ഇഞ്ചോളം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാതും കൂടെ കൂട്ടിയിട്ട് 3 ഇഞ്ച്. ഈ 4 പീസും വെച്ച് 3 ഇഞ്ച് 2 സൈഡും അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ വെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു 4 ഇഞ്ച് വീതിക്ക് പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ബെൽറ്റ് വെക്കാൻ, നമുക്ക് ഇലാസ്റ്റിക് വെക്കാൻ. അപ്പോൾ 4 ഇഞ്ച് എടുക്കുന്നത് ഞാൻ 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് 4 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി താഴത്ത് നമ്മൾ 3 ഇഞ്ചാണല്ലോ താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അതിന് ശേഷം 2 പീസും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 20 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. പക്ഷേ വെസ്റ്റ് റൗണ്ട് നമ്മൾ 20 ഇഞ്ചിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ എടുക്കണം. വെസ്റ്റ് റൗണ്ട് എടുത്തിട്ടുള്ളത് ഒരു സൈഡ് 20 ഇഞ്ചും ഒരു 40 ഇഞ്ചോളം വെസ്റ്റ് എടുക്കാം മിനിമം. അപ്പോൾ നമുക്ക് കുട്ടിയുടെ അരവീതി എത്രയാണോ അതിൽ കൂടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് നമ്മൾ വെസ്റ്റ് റൗണ്ട് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഷറാറൊക്കെ ആകുമ്പോൾ നമുക്ക് എത്ര വെസ്റ്റ് കുറച്ച് ഓവറായാലും കുഴപ്പമൊന്നുമില്ല. കാരണം അത്രയും ഞെറിവായിട്ട് നമുക്ക് കിട്ടും വെസ്റ്റിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ മടക്കി അടിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. പാൻറ്റിൻ്റെ താഴ്വശം നമ്മൾ ചുരുട്ടി അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് സെപ്പറേറ്റ് വേറെ മെഷീനിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓവർലോക്ക് ഇടുന്ന മെഷീനിൽ നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.